ഞാൻ കാണിക്കാൻ പോകുന്നത് LCHF കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ, ഇത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ബദാം മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഒരു 2 പിടി ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിനാവശ്യമായ പൊടി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ടതില്ല, ഒട്ടും വെള്ളമില്ലാതെ പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മൾ പുട്ടുപൊടിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടില്ല. കോളിഫ്ലവർ പൊടിച്ചെടുത്തത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി അതിലേക്ക് ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ പൊടിയും ബദാം പൗഡറും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പുട്ടുണ്ടാക്കി തുടങ്ങാം. തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ സെയിം നമ്മൾ പുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പുട്ടുപൊടിക്ക് നല്ല നനവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ബദാം പൗഡർ ചേർത്ത് കൊടുക്കണം. എന്നാലേ കറക്റ്റ് പാകമായി കിട്ടുള്ളൂ. ഇതുപോലെ പുട്ടുപൊടിയും തേങ്ങയും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത് പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കണം. 15 മിനിറ്റോളം വേവിച്ചെടുക്കണം. അപ്പോഴേ കറക്റ്റ് വേവാവത്തുള്ളൂ. ഞാനൊരു 15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. കൂടെ കഴിക്കാനായിട്ട് ബീഫ് ഫ്രൈയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.